ഗൈസ്, ഇന്ന് നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ആരാ എന്താന്നൊക്കെ വീഡിയോയിലൂടെ ഞാൻ വഴിയേ പറയാം. അപ്പൊ പറയൂ, സാധനങ്ങൾ മേടിക്കാൻ പോവാം. വേറെ ആർക്കും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ജിഷ മാമിക്ക് സർപ്രൈസ് കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആൾ ഇത്തിരി ഫിറ്റ്നസ് ഫ്രീക്ക് ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഗിഫ്റ്റ് തപ്പാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് ഫിറ്റ്നസിന്റെ ആണോ ഈ ചട്ടിക്കടയിലേക്ക് കയറിയത്? ഞാൻ കുറച്ച് നാളായിട്ട് താമര പദ്ധതിയുടെ പിന്നാലെയാന്ന് അറിയാലോ, അതിനു വേണ്ടി മേടിച്ചതാട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ഡെക്കാത്തലോൺ പോയി കുറെ സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും അവസാനം നമ്മൾ ഹെയറിൽ മസാജ് ചെയ്യണ ഐറ്റം ഇല്ല, അതും പിന്നെ അല്ലറ ചില്ലറ അക്സസറി എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇവിടുത്തെ ബില്ലിംഗ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. സംഭവം ആ കൊട്ടയിൽ കിട്ടാൻ മതി, സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാതെ ഉള്ളൂ. സംഭവം ഇതൊക്കെ ഞാൻ ചൈനയിൽ മാത്രം കണ്ടിട്ടുള്ളൂ, ഇവിടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ആയ കാര്യം ഇപ്പോഴാട്ടെ കാണുന്നത്. അടുത്തത് കേക്ക് മേടിക്കാൻ പോയപ്പോഴാണ് ഈ ഒരു മരം കാണുന്നത്. ഒരുമാതിരി ഉണ്ട കായകളൊക്കെ ഞാൻ കണ്ടു കേട്ടോ. ഒരെണ്ണം പൊട്ടിച്ച് തിന്നു നോക്കാന്ന് വിചാരിച്ചപ്പോ അമ്മ പറഞ്ഞു നീ അത് കഴിച്ച് ചത്തു പോട്ടാ. അങ്ങനെ അത് അവിടെ ഇട്ട് നേരെ നവ്യ പേസ്ട്രി പോയിട്ട് ഒരുപാട് കേക്കുകളും കയറി വരുമ്പോ തന്നെ ക്രിസ്മസ് ഹാമ്പേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിന് നമ്മൾ ലാവൻഡർ കേക്കാട്ടോ പറഞ്ഞേ. ആരെങ്കിലും കഴിക്കാത്തതുണ്ടെങ്കിൽ ഇത് എന്തായാലും നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഒരു വെറൈറ്റി ഫ്ലേവർ തന്നെയാട്ടോ. അവിടെ എത്തിയപ്പോ അമ്മയ്ക്ക് കാജുപാക്ക് തിന്നാനൊരു മോഹം. അപ്പൊ പിന്നെ ഞാനും അമ്മയും കൂടി ഒരെണ്ണം മേടിച്ച് കഴിച്ചപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ പേരൊക്കെ എഴുതി കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട് കേട്ടാ. ഇവിടെ നിന്ന് നേരെ നട്ട്സും കാൻഡിലും ചോക്ലേറ്റും ഒക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇനി മേടിച്ച് ഗിഫ്റ്റ് ഒക്കെ വൃത്തിക്ക് പാക്ക് ചെയ്തിട്ട് വേണം ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചിട്ട് ജിഷ മാമെ സർപ്രൈസ് ചെയ്യാൻ പോവാൻ. അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ. എന്താവുമോ എന്തോ, എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പൊ കിറ്റാ, ഞാൻ പണിയെല്ലാം തീർക്കട്ടെ.